ഞാനിപ്പോൾ റാൻഡമായിട്ട് ഏതെങ്കിലും 2 മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന റിട്ടേൺസ് 20%ഉം 30%ഉം ഒക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഏത് മ്യൂച്വൽ ഫണ്ട് എടുത്താലും ഈസി ആയിട്ട് 20% റിട്ടേൺസ് ഒക്കെ എനിക്ക് കിട്ടുമായിരിക്കും അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മളെ ബാങ്കിൽ നിന്നും അതല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരാൾ വിളിച്ചിട്ട് പറയുവാണ്, നിങ്ങൾ എല്ലാ മാസവും അടുത്ത 30 വർഷത്തേക്ക് 25,000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്താൽ 30 വർഷത്തിന് ശേഷം അതല്ലെങ്കിൽ നിങ്ങൾക്ക് 65 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 കോടി രൂപ ഞങ്ങൾ തരാം. അത് മാത്രമല്ല, നിങ്ങൾ ഈ പൈസ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ടേം ഇൻഷുറൻസും കാണും. ഇതൊരു നല്ല ഡീലാണോ മോശം ഡീലാണോ എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്? ഏതായാലും നമുക്ക് കുറച്ച് പ്രായമാകുമ്പോഴത്തേക്ക് 2 കോടി രൂപ ഇവർ തരുമല്ലേ, അപ്പോൾ അത് നല്ല ഒരു ഡീലായിരിക്കും എന്ന് കരുതി അസ്യൂം ചെയ്ത് നമ്മളങ്ങ് മുമ്പോട്ട് പോവുകയാണോ? അപ്പോൾ എൻ്റെ ചോദ്യം, ഇപ്പം നമുക്ക് വിളിച്ച് തന്നിരിക്കുന്ന ഈ ഒരു ഓഫർ നല്ലതാണോ മോശമാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതാണ് എൻ്റെ ചോദ്യം. ഓൾറൈറ്റ്, എൻ്റെ ചോദ്യം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ് റിട്ടേൺസ്? നമുക്ക് ആദ്യം ഒരു സെനാരിയോ കൺസിഡർ ചെയ്യാം. പേഴ്സൺ എ, പേഴ്സൺ ബി. പേഴ്സൺ എ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷം കഴിഞ്ഞപ്പം അത് 1,10,000 രൂപയായിട്ട് വളർന്നു. പേഴ്സൺ ബി ആദ്യത്തെ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തില്ല. ഒരു വർഷത്തിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു വർഷം കൂടെ കടന്നുപോയി. അപ്പോൾ പേഴ്സൺ എ ടോട്ടൽ 2 വർഷം ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്നു. പേഴ്സൺ ബി രണ്ടാമത്തെ ആ ഒരു വർഷം മാത്രം ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്നു. ഇപ്പോൾ പേഴ്സൺ എയുടെ കയ്യിൽ 1,30,000 രൂപയുണ്ട്. പേഴ്സൺ ബിയുടെ കയ്യിൽ 1,20,000 രൂപയുണ്ട്. രണ്ടുപേരുടെയും റിട്ടേൺസ് എത്രയാണ്? വളരെ സിമ്പിളാണ്. പേഴ്സൺ എ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 1,30,000 രൂപ ഇപ്പോൾ കയ്യിലുണ്ട്. പേഴ്സൺ ബി 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പം 1,20,000 രൂപ കയ്യിലുണ്ട്. അപ്പോൾ പേഴ്സൺ എയുടെ റിട്ടേൺസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 30% ആണ്. പേഴ്സൺ ബിയുടെ റിട്ടേൺസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20% ആണ്. അപ്പോൾ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തത് 1 ലക്ഷം രൂപ തന്നെയാണ്. പക്ഷേ എയുടെ കയ്യിൽ 1,30,000 ഇപ്പോൾ ഉണ്ട്, ബിയുടെ കയ്യിൽ 1,20,000 രൂപയുള്ളൂ. അതുകൊണ്ട് എയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു നല്ലത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ സമയം എന്ന് പറയുന്ന ഒരു കാര്യം ഈ റിട്ടേൺസ് എന്ന് പറയുന്ന ആ ഒരു നമ്പറിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതായത് എ ഇൻവെസ്റ്റ് ചെയ്തത് 2 വർഷമാണ്, ബി 1 വർഷം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ 2 വർഷമെന്നും 1 വർഷമെന്നും പറയുന്ന ഈ നമ്പേഴ്സ് ഈ റിട്ടേൺസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നില്ല ഇവർ എത്ര നാളാണ് ഇൻവെസ്റ്റ് ചെയ്തത്, എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് ഇത്ര റിട്ടേൺസ് കിട്ടിയത് എന്ന്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ബിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നല്ലതെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 20% അല്ലെങ്കിൽ 30% റിട്ടേൺസ് എന്ന് പറയുന്ന ആ നമ്പറിന് പറയുന്നതാണ് അബ്സല്യൂട്ട് റിട്ടേൺസ്. ഈ അബ്സല്യൂട്ട് റിട്ടേൺസിനകത്ത് നമ്മൾ സമയം കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, 1 വർഷം വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അബ്സല്യൂട്ട് റിട്ടേൺസ് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനും നിങ്ങളും നമ്മളെപ്പോലുള്ള ആയിരക്കണക്കിന് ആളുകളും കൃത്യം 1 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും എത്ര റിട്ടേൺസ് ആണ് കിട്ടിയത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ആർക്കാണ് കൂടുതൽ റിട്ടേൺസ് കിട്ടിയതെന്ന്. പക്ഷേ ഈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് പീരിയഡ് 1 വർഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ, ഒരാൾക്ക് 1 വർഷം, ഒരാൾക്ക് 2 വർഷം, ഒരാൾക്ക് 5 വർഷം, ഒരാൾക്ക് 10 വർഷം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അബ്സല്യൂട്ട് റിട്ടേൺസ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ അബ്സല്യൂട്ട് റിട്ടേൺസ് അല്ല ഉപയോഗിക്കേണ്ടത്, മറ്റൊരു മെട്രിക്കാണ് ഉപയോഗിക്കേണ്ടത്. അതിനെയാണ് നമ്മൾ CAGR എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഇതിനെ CAGR എന്ന് പറയും, ചില ആളുകൾ CAGR എന്നും പറയും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഇക്വേഷൻ. എല്ലാ ഇക്വേഷൻ പോലെ തന്നെ ഈ ഇക്വേഷൻ കണ്ടിട്ടും നമുക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ CAGRൻ്റെ ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഇതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആദ്യത്തെ ഒരു വർഷം എനിക്ക് 10% റിട്ടേൺസ് കിട്ടി. രണ്ടാമത്തെ വർഷം എനിക്ക് 12% റിട്ടേൺസ് കിട്ടി. മൂന്നാമത്തെ വർഷം എനിക്ക് 15% റിട്ടേൺസ് കിട്ടി. നാലാമത്തെ വർഷം എനിക്ക് 20% റിട്ടേൺസ് കിട്ടി. അഞ്ചാമത്തെ വർഷം എനിക്ക് 8% റിട്ടേൺസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഈ 5 വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ 5 വർഷത്തിന് ശേഷം ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എടാ നീ അന്ന് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തല്ലോ, നിനക്ക് എത്ര റിട്ടേൺസ് 5 വർഷം കൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പം തന്നെ ഈ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ആദ്യത്തെ ഒരു വർഷം എനിക്ക് 10% കിട്ടി, രണ്ടാമത്തെ ഒരു വർഷം എനിക്ക് 12% കിട്ടി, മൂന്നാമത്തെ ഒരു വർഷം എനിക്ക് 15% കിട്ടി, അങ്ങനെ ഞാൻ ആ ലിസ്റ്റ് മുഴുവൻ പറയും. ഇത് 5 വർഷം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമുണ്ട്. പക്ഷേ ഞാനൊരു 30 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് നിനക്ക് എത്ര പെർസെൻറ്റേജ് റിട്ടേൺസ് ആണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവരോട് പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മൾ 5 വർഷം ഇൻവെസ്റ്റ് ചെയ്തു, ഓവറോൾ നമുക്ക് എത്ര റിട്ടേൺസ് ആണ് കിട്ടിയത്, അതല്ലെങ്കിൽ 20 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഓവറോൾ നമുക്ക് എത്ര റിട്ടേൺസ് ആണ് ഇത്രയും വർഷം കൊണ്ട് കിട്ടിയത് എന്ന് പറയാനായിട്ട് നമുക്കൊരു സിംഗിൾ നമ്പർ ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതാണ് ഈ CAGR. പക്ഷേ ഈ CAGR എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചു, റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണെന്നുള്ളത്. CAGR ശരിക്കും ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫിഗറാണ്. നമ്മളൊരു കാര്യം അസ്യൂം ചെയ്യുന്നുണ്ട്. അതായത്
ഞാൻ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് 10% റിട്ടേൺസ് കിട്ടി. ഈ 10% റിട്ടേൺസ് കിട്ടിയ പൈസ ഞാൻ അപ്പം തന്നെ വിഡ്രോ ചെയ്ത് പുട്ടടിക്കില്ല. ഞാൻ തിരിച്ച് അതേപോലെ അതേ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ തിരിച്ചിടും. ഇങ്ങനെ ഒരു കാര്യം അസ്യൂം ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ CAGR എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്കിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് കാര്യം മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും ഒരു വർഷത്തിന് മുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് റിട്ടേൺസ് എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മളെപ്പോഴും CAGR ആണ് എടുക്കേണ്ടത്. ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 3-4-5 വർഷം കഴിഞ്ഞു, ആ പണം വളർന്ന് അതിനേക്കാളും വലിയൊരു എമൗണ്ട് ആയിട്ട് മാറി. അപ്പോൾ എത്ര റിട്ടേൺസ് ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണ് ഈ CAGR എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ സീരീസ് തുടങ്ങിയത് തന്നെ മ്യൂച്വൽ ഫണ്ട്സിന് വേണ്ടിയിട്ടാണ്. മ്യൂച്വൽ ഫണ്ട് നമ്മളെല്ലാവരും ഒരു തവണയായിട്ടായിരിക്കില്ലല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ CAGR കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സ്റ്റാർട്ടിംഗ് നമ്പർ കാണും, ഒരു എൻഡിങ് നമ്പർ കാണും, അതിനിടയിൽ എത്ര വർഷം ഉണ്ടെന്നുള്ളതും കാണും. പക്ഷേ SIP അങ്ങനെയല്ലല്ലോ. SIP നമ്മൾ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യും, അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് നമ്പർ ഇല്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ SIPയുടെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അബ്സല്യൂട്ട് റിട്ടേൺസും പോരാ, CAGRും പോരാ. അതിനാണ് XIRR എന്ന് പറയുന്ന ഒരു മെട്രിക് നമ്മൾ ഉപയോഗിക്കുന്നത്, എക്സ്റ്റെൻഡഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്നത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഈ മെട്രിക് XIRR ആണ്. ശരിക്കും വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾ ആ X അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് IRR എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെ ഉള്ളൂ. ഇതെന്തായാലും ഫിനാൻസ് അല്ലേ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവിടെ ഒരു X ഇട്ടത് എന്ന് വിചാരിക്കേണ്ട. അതിന് മറ്റൊരർത്ഥമുണ്ട്, പക്ഷേ അത്രയും കോംപ്ലിക്കേഷനിലോട്ട് നമുക്കിപ്പോൾ പോകണ്ട. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. XIRR ആണെങ്കിലും IRR ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്. എവിടെയെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് IRR കണ്ടാൽ ഞാൻ XIRR ആണ് നോക്കുന്നതെന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട, രണ്ടും ഒന്ന് തന്നെയാണ്. എന്തായാലും X അവിടെ കിടന്നോട്ടെ. നമുക്ക് എന്താണ് ഈ XIRR എന്ന് ഒരു എക്സാമ്പിളിൽ കൂടെ നോക്കാം. എന്നെ ബാങ്കിൽ നിന്നും ഒരു ചേട്ടൻ വിളിച്ചിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുവാണ്, നീ എല്ലാ മാസവും അടുത്ത 2 വർഷത്തേക്ക് 40,000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്താൽ ഈ 2 വർഷം കഴിയുന്ന സമയത്ത് നിനക്ക് 10 ലക്ഷം രൂപ ഞാൻ തരുന്നു. 10 ലക്ഷം രൂപ വമ്പൻ റിട്ടേൺസ് ആണ്. ഇനി നിങ്ങളെ ആരെങ്കിലും ഇതേപോലെ വിളിച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര റിട്ടേൺസ് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ XIRR ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകണം. ഇനി നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് XIRR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് എവിടെയെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്ന മിക്ക ലിങ്കും സ്പ്രെഡ്ഷീറ്റിൻ്റെ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് XIRR എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക വീഡിയോസിലും ഇതേപോലെ ഒരു സ്പ്രെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഈ നമ്പേഴ്സ് എല്ലാം, ഈ 40,000 എന്ന് പറയുന്നത് 2 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 24 മാസമുണ്ട്. 24 മാസം സ്പ്രെഡ്ഷീറ്റിൽ കൊടുത്തിട്ട് ഓരോ മാസത്തിൻ്റെയും എഗൻസ്റ്റ് ആയിട്ട് 40,000 ആഡ് ചെയ്ത് കൊണ്ടുവന്ന് വലിയൊരു ലിസ്റ്റാക്കി എഴുതിയിട്ടാണ് നിങ്ങൾ XIRR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ്. ഇവിടെ 24 മാസം നിങ്ങൾ ഡേറ്റ് ആയിട്ട് കൊടുക്കുക. ഇതിനുശേഷം ഇവിടെ നിങ്ങൾ ഓരോ മാസവും എത്ര രൂപയാണ് ഇടുന്നത് എന്ന് ഓരോ ഡേറ്റിനും എഗൻസ്റ്റ് ആയിട്ട് എത്ര രൂപയാണെന്നും കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് എത്ര രൂപയാണ് റിട്ടേൺസ് തരുന്നത് എന്നും അവിടെ കൊടുക്കുക. നമ്മുടെ അടുത്ത് ബാങ്കിലെ ചേട്ടൻ വിളിച്ച് പറഞ്ഞത് 10 ലക്ഷം രൂപ തരാമെന്നാണ്. അപ്പോൾ എത്ര റിട്ടേൺസ് അല്ലെങ്കിൽ എത്ര XIRR ആണ് നമുക്ക് കിട്ടിയത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു നമ്പർ. അപ്പോൾ ഈ റിട്ടേൺസ് ആണ് നമുക്ക് ഏകദേശം കിട്ടുന്നത്. ബാങ്കിൽ സാധാരണ RD ഇടുന്നതാണോ അതോ ഈ ചേട്ടൻ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇടുന്നതാണോ ബെറ്റർ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഇതല്ല ഞാനിവിടെ പറയാൻ വരുന്നത്. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. 2 വർഷം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്പ്രെഡ്ഷീറ്റിൽ നിങ്ങൾക്ക് 24 മാസം ഇങ്ങനെ എൻട്രി ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ 10 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ 30 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലോ നിങ്ങൾ എങ്ങനെയാണ് XIRR കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ മിക്ക മ്യൂച്വൽ ഫണ്ട്സിൻ്റെ വെബ്സൈറ്റിൽ കയറിയാലും അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് എടുത്താലും അവിടെ കൃത്യമായിട്ട് XIRR കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതല്ലെങ്കിൽ CAGR കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ നോക്കുന്നത് XIRR ആണ് അല്ലെങ്കിൽ CAGR ആണ് എന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. മിക്ക വെബ്സൈറ്റുകളും മിക്ക മ്യൂച്വൽ ഫണ്ട് ആപ്പുകളും മിക്ക മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ കയറിയാൽ അവിടെ എല്ലാം XIRR പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ XIRR കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ ബാങ്കിൽ നിന്നോ ഇൻഷുറൻസിൽ നിന്നോ ഒക്കെ വിളിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓഫർ തരുവാണെങ്കിൽ ആ സമയത്ത് ഇതിൻ്റെ XIRR എത്രയാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. കാരണം അവരൊരിക്കലും അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ വെറുതെ ഗൂഗിളിൽ പോയിട്ട് SIP കാൽക്കുലേറ്റർ ഒന്ന് അടിക്കുക. നിങ്ങൾ എല്ലാ മാസവും 40,000 രൂപ വീതമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് കൊടുക്കുക. അതിനുശേഷം ആ ബാങ്കിലെ ചേട്ടൻ നമ്മളെ വിളിച്ച് പറഞ്ഞത് 2 വർഷം എന്നാണല്ലേ, അപ്പോൾ അവിടെ 2 വർഷം കൊടുക്കുക. ഇനി ഇത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ റിട്ടേൺസ് പെർസെൻറ്റേജിൻ്റെ ഈ ഡയൽ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അതിനുശേഷം ഇത് കൃത്യമായിട്ട് മൂവ് ചെയ്ത് ഇവിടെ 10 ലക്ഷം ആകുന്ന സ്ഥലത്ത് ഡയൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക.
ഇത് നിങ്ങൾക്ക് മിക്ക SIP കാൽക്കുലേറ്ററിലും ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. നിങ്ങൾ സ്പ്രെഡ്ഷീറ്റ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 40,000 ഇടുന്നു, അതിനുശേഷം 2 വർഷം ഇടുന്നു. പിന്നെ ഈ റിട്ടേൺസിൻ്റെ അവിടെ 10 ലക്ഷം ആക്കാനായിട്ട് നമ്മൾ ഈ ഡയൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. പയ്യെ മൂവ് ചെയ്ത് നമ്മളൊരു പോയിന്റിൽ കൊണ്ടെത്തുമ്പോൾ ഇവിടെ 10 ലക്ഷം ആവുന്നു. നമ്മൾ മുമ്പേ സ്പ്രെഡ്ഷീറ്റിൽ നോക്കിയ അതേ വാല്യൂ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 വർഷം അല്ല, 5 വർഷം അല്ല, 10 വർഷം ആണെങ്കിലും നിങ്ങൾക്ക് ഇതേ ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ബാങ്കിലെ ചേട്ടൻ അല്ലെങ്കിൽ ഇൻഷുറൻസിലെ ചേട്ടൻ വിളിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ, ചേട്ടാ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് XIRR അത്ര പോരല്ലോ എന്ന് വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് തിരിച്ച് അവരോട് പറയാം. അപ്പോൾ ഈ റിട്ടേൺസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇൻഷുറൻസിലെ ചേട്ടൻ വിളിച്ചിട്ട് 2 കോടി രൂപ പ്രായമാകുമ്പോൾ നമുക്ക് തരാം എന്ന് പറഞ്ഞില്ലേ, അത് ലാഭമുള്ളൊരു പരിപാടിയാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റിൽ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ഇതേ സീരീസിലുള്ള വീഡിയോസും മറ്റ് വീഡിയോസും ഒക്കെ കാണുന്നതിനായിട്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഓൾ റൈറ്റ്, അപ്പോൾ ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ചൂസ് ചെയ്യാം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന സീരീസിൻ്റെ 2ാമത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെയിം മ്യൂച്വൽ ഫണ്ട് വില കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ എന്നാണ്. അപ്പോൾ ഈ സീരീസിലുള്ള എല്ലാ വീഡിയോയും കണ്ട് കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക.